സാറ് ഞാൻ പറയണമെന്ന് കേൾക്കൂ. പെർഫോമൻസ് പോരാന്ന് പറഞ്ഞ് തിരിച്ചെടുക്കാൻ ഞാനിവിടെ വണ്ടിക്കച്ചവടമല്ല നടത്തുന്നത്, മാരേജ് ബ്യൂറോ ആണ്. സാറിന് വല്ല പരാതി ഉണ്ടെങ്കിൽ നല്ലൊരു വക്കീലിനെ പോയി കാണ്. ഓ ശല്യം. സോറി, സാറിനല്ലോ. ഓ ഇതെന്താ യൂംബി? അയ്യോ അങ്ങനല്ല, UMBI അങ്ങനെ വായിക്കണം. ഉമേഷ് മാരേജ് ബ്യൂറോ ഇൻകോർപ്പറേഷൻ. ഓ അത് ശരി. ഞാനാണ് ഉമേഷ്. ഞാൻ സുബൈർ. സാർ എങ്ങനെയുള്ളൊരു പെൺകുട്ടിനെയാണ് നോക്കുന്നത്? ജസ്റ്റ് ഒരു ഡീറ്റെയിൽസ് തന്നാൽ. അതിപ്പോ കാണാൻ നല്ല വർക്കത്തൊക്കെ ഉള്ളൊരു കുട്ടിയായിക്കോട്ടെ. ഒന്ന് പോ സാറേ, അതൊക്കെ എല്ലാ പെൺകുട്ടിയൊക്കെ ഉണ്ടാവില്ലേ. അതല്ല, അല്ല സാർ ഇപ്പോൾ അറബിയിൽ പറഞ്ഞില്ലേ ഈമാനൊക്കെ ഉള്ള കുട്ടി. സാർ ആക്ച്വലി എനിക്ക് അറബി അത്ര അറിഞ്ഞൂടാ. സാറിന് ഇതൊന്ന് മലയാളത്തിൽ പറയാൻ പറ്റുമോ? എന്താ ഞാൻ പറയാ, ഈ കാണാനൊരു ഒരു ചൈതന്യമൊക്കെ എന്ന് പറയില്ലേ. ഓ, ഒരു ഐശ്വര്യമുള്ള കുട്ടി. അതന്നെ, ഐശ്വര്യമുള്ള ഒരു കുട്ടി. ഓക്കെ. ഞാൻ വെറുതെ ചുരുണ്ട മുടിയും പൂച്ചക്കണ്ണും കൂടി ഉണ്ടായിക്കോട്ടെ. ഏതെങ്കിലും ഒന്ന് പോരെ? മതി. അങ്ങനെയാണെങ്കിലേ സാറ് ഈ പറയുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ ആയിട്ട് വന്നിട്ട് നാളെ സാറിന്റെ പ്രൊഫൈൽ ഒന്ന് രജിസ്റ്റർ ചെയ്തോളൂ. ഡ്രഗ് ടെസ്റ്റ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റോ? രക്തത്തിൽ സിന്തറ്റിക് ഡ്രഗുകളുടെ അംശം ഉണ്ടോ എന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റാ, അത് നിർബന്ധം. ഞാൻ ആ ടൈപ്പ് അല്ല. അപ്പൊ സാർ സേഫാ. ഇൻകം ടാക്സ് റിട്ടേൺസ് സർട്ടിഫിക്കറ്റ്, സിബിൽ സ്കോറും ലാസ്റ്റ് 1 ഇയറിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും. ഞാനെന്താ ലോൺ എടുക്കാൻ വന്നാണോ? ആക്ച്വലി ലോൺ എടുക്കാൻ ഇത്ര ബുദ്ധിമുട്ടില്ല സാർ. ഇപ്പോഴത്തെ പെൺകുട്ടികൾ കല്യാണത്തിന് സമ്മതം മൂളാനാണ് ബുദ്ധിമുട്ട്. ബ്ലഡ് ടെസ്റ്റ്, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, HDL, LDL, സ്പ്ലിറ്റപ്പോ? സ്പ്ലിറ്റപ്പ് സെപ്പറേറ്റ് വേണം. ഉപയോഗിക്കുന്ന വണ്ടിയുടെ RC ബുക്ക്. അതെന്തിനാ? വണ്ടി ഏതെങ്കിലും ബാങ്കുമായിട്ട് ഹൈപ്പോത്തിക്കേറ്റഡ് ആണോ നോക്കണം. പിന്നെ സാറ് തന്നെയാണ് സിംഗിൾ ഓണർ എന്ന് ഉറപ്പുവരുത്തേം വേണം. കല്യാണം കഴിക്കാൻ ഇതൊക്കെ ആവശ്യമുണ്ടോ? സാറേ, ഇപ്പോഴത്തെ പെൺകുട്ടികൾ പഴയതുപോലെ അല്ല, ഭയങ്കര സ്മാർട്ടാ. അവരിതൊക്കെ ഒരു ബിസിനസ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ലാഭമില്ലാത്ത കച്ചവടത്തിന് ഇവരാരും നിൽക്കൂല. ആ ബുക്കും പേപ്പറും ഒന്ന് തരുമോ? ഓ അതിനെന്താ. സാർ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ ഏൽപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ സാറിന് പറ്റിയൊരു മാച്ചിനെ ഞാൻ സെറ്റാക്കി തരാം. സാറിന് എനിക്ക് പറ്റുന്ന മാച്ചിനെ കിട്ടുകയാണെങ്കിലേ ആ പെൺകുട്ടിയുടെ വീട്ടുകാരോട് വരുമ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് കൂടെ കൊണ്ടുവരാൻ പറയണേ. ഡ്രഗ് ടെസ്റ്റ്, അത് ന്യായം. പെൺകുട്ടിയുടെ സ്വഭാവത്തെക്കുറിച്ച് 2 അയൽവാസികളായ സ്ത്രീകളുടെ സത്യവാൻമൂലം. അതെന്തിനാ? പെൺകുട്ടീന്റെ മുടിന്റെ നീളവും ചുരിദാറിന്റെ ഭംഗിയെ നാട്ടുകാർക്കും കുടുംബക്കാർക്കൊക്കെ അറിയുള്ളൂ. നാവിന്റെ നീളം എത്ര ഉണ്ടെന്ന് അറിയണമെങ്കിൽ അയൽവാസികളോട് തന്നെ ചോദിക്കണം. ബെസ്റ്റിയുടെ സമ്മതപത്രോ? ഒരു ബെസ്റ്റി, അവന്റെ ആധാർ കാർഡും സമ്മതപത്രവും ഇവിടെ വേണം. മിനിമം ചായ എങ്കിലും ഉണ്ടാക്കാൻ അറിയണം. അത് റിസ്ക്കാ. ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ അറിഞ്ഞാൽ പോരെ? പോരാ. ഗൈനക്കോളജിസ്റ്റിന്റെ NOCയോ? ഇതൊക്കെ ഞാൻ എങ്ങനെ ഒരു പെൺകുട്ടിനോട് ചോദിക്കുക? ഞങ്ങളുടെ സിബിൽ സ്കോറും ബാങ്ക് സ്റ്റേറ്റ്മെന്റും അവർക്ക് ചോദിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്കിതും ചോദിക്കാം. ഉമേഷേട്ടൻ, ഒരു കച്ചവടമാകുമ്പോൾ ഇറക്കണ പൈസക്ക് കിട്ടണ മുതലുണ്ടോ നോക്കേണ്ടത് ഒരു ഉപഭോക്താവിന്റെ ഉത്തരവാദിത്തല്ലേ?